ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു വറുത്തരച്ച സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു റെസിപ്പീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പച്ചക്കറികളൊന്നും ഉപയോഗിച്ചിട്ടില്ല, വളരെ കുറഞ്ഞ പച്ചക്കറികൾ ഉപയോഗിച്ചിട്ട് ചെയ്തിരിക്കുന്ന ഒരു സാമ്പാറാണത്. അപ്പോൾ നമ്മുടെ മലയാളികളുടെ സദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്തൊരു കറിയാണ് സാമ്പാർ. അത് മാത്രമല്ല, നമ്മുടെ വീട്ടിൽ ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറൊന്നിൻ്റെ ആവശ്യമില്ല ചോറുണ്ണാനായിട്ട്. ചോറിന് മാത്രമല്ല, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ക്യാരറ്റ്, തക്കാളി, പച്ചമുളക്, ഉള്ളി, പച്ചക്കായ, ഉരുളക്കിഴങ്ങ്, അതുപോലെ തന്നെ വെണ്ടയ്ക്ക, ഇത്രയും ഐറ്റംസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഒരു കുക്കർ എടുത്തിട്ട് അതിലോട്ടേക്ക് ഞാൻ കുറച്ച് പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഐറ്റംസിൽ നമ്മൾ കുറച്ച് വേവ് കൂടുതലുള്ള ഐറ്റംസ് ആയിട്ടുള്ള ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, അതുപോലെ തന്നെ പച്ചക്കായ, ഈ വക ഐറ്റംസ് ഒക്കെ ഈ ഒരു കുക്കറിലോട്ടേക്ക് ഇട്ടിട്ട് നമുക്ക് ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ബാക്കിയുള്ളത് നമ്മൾ പിന്നീടാണ് വേവിക്കുന്നത്. അപ്പോൾ ഇതിലോട്ടേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിക്കാൻ വെക്കാം. അപ്പം ഞാനിവിടെ കുക്കറിൽ വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഐറ്റം നേരത്തെ തന്നെ വേവിച്ച് വെച്ചിരിക്കുന്നത്. അപ്പം ഞാനിവിടെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് നന്നായിട്ട് വേവട്ടെ. ഇനി വേറൊരു പാത്രം എടുത്തിട്ട് അതിലോട്ടേക്ക് ഞാൻ വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും ബാക്കിയുള്ള നമ്മുടെ സവാള, ഉള്ളി, അതായത് നമ്മുടെ ഉള്ളി, തക്കാളി, ഈ ഐറ്റംസ് ഒക്കെ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുരിങ്ങ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതും ഈ ഒരു സമയത്താണ് ചേർത്ത് കൊടുക്കേണ്ടത്. നേരത്തെ തന്നെ വേവിക്കാൻ പാടില്ല കേട്ടോ. അപ്പം നമ്മുടെ ബാക്കിയുള്ള പച്ചക്കറികൾ അവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു വിസിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ, ഒരുപാട് അങ്ങനെ വേവിക്കുന്നില്ല. അപ്പം അത് നമുക്ക് എടുത്തിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വറുത്തരച്ച കറിയാണല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം അതിലോട്ടേക്ക് കുറച്ച് തേങ്ങ ചിരവിയതും അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ജീരകവും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആയിട്ട് വരും. ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യണ്ട, ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളർ ഏകദേശം മാറി വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നേരത്തെ ചേർക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ നന്നായിട്ട് വറുത്തതിൻ്റെ കളർ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് വറുത്ത് കഴിഞ്ഞതിന് ശേഷം ഇത് ചേർക്കുന്നത്. ഇനി ഒന്നും കൂടെ നന്നായിട്ടിത് പച്ചമണം മാറുന്നത് വരെ ഒന്നും കൂടെ നമുക്ക് വറുത്തെടുക്കാം. അപ്പം നമ്മുടെ പച്ചക്കറി ഉണ്ടല്ലോ, നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പച്ചക്കറി, അതിലോട്ടേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇത് കുക്കറിൽ വേവിച്ച പച്ചക്കറിയിലുള്ള വെള്ളമാണ്. അപ്പോൾ അത് ചേർത്തതിന് ശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വീണ്ടും നമുക്ക് ഇതിലോട്ടേക്ക് എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ അതാണ് വെള്ളം ചേർക്കാണ്ടിരുന്നത്. അപ്പം നമ്മുടെ തേങ്ങ ഇവിടെ നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പം നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. അപ്പം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ മറ്റേ പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ടേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാനുണ്ട്. വെള്ളം ചേർത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തോട്ടെ. നമ്മൾ ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ നന്നായിട്ട് വേവിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ തേങ്ങ ഇവിടെ നന്നായിട്ട് ആറി വന്നിട്ടുണ്ട്, തേങ്ങ വറുത്തത്. അതിനുശേഷം മാത്രം മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ഇട്ട് ഇതൊന്ന് അരച്ചുകൊണ്ട് വരണം. അപ്പോൾ ശ്രദ്ധിക്കുക, തേങ്ങ വറുത്ത് നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രം അരച്ചുകൊണ്ട് വരിക. അപ്പോൾ ഇതിലോട്ടേക്ക് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പം ഈ ഒരു തേങ്ങ മുങ്ങുന്ന വിധത്തിലുള്ള വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് നമുക്ക് അരച്ചു കൊണ്ടുവരാം. ഇനി നമ്മൾ വേവിച്ചിട്ടുള്ള പച്ചക്കറിയിലോട്ടേക്ക് നമ്മൾ കുക്കറിലുള്ള പച്ചക്കറി ഉണ്ടല്ലോ അതും മാറ്റുക. അതിൻ്റെ കൂടെ തന്നെ ഈ അരച്ച തേങ്ങയും കൂടെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലോട്ടേക്ക് കുറച്ച് പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളെ പുളിപ്പിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ആവശ്യമെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് എക്സ്ട്രാ വെള്ളം കൂടെ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ പച്ചക്കറി മുഴുവനായിട്ടുള്ള വേവിച്ചിട്ടുള്ള വെള്ളവും ചേർത്തിട്ടുണ്ട്. എക്സ്ട്രാ വെള്ളവും കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു കട്ടിയിൽ എടുത്തിരിക്കുന്നത്.
ഇനി നമ്മൾ ഇതിലോട്ടേക്ക് ചെയ്യാൻ പോകുന്നത് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പം നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടിയും വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ടേക്ക് ചേർക്കുന്നത് കുറച്ച് സാമ്പാർ പൗഡറാണ്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു സ്പൈസസിൻ്റെ ഒക്കെ ഒരു എന്താ പറയുക, ഒരു റോ സ്മെല്ല് മാറുന്നത് വരെ, ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്നും കൂടെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലോട്ടേക്ക് ഞാൻ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഒരുപാട് ചേർക്കാൻ പാടില്ല, ഒരല്പം മാത്രം ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു ടീസ്പൂണൊക്കെ ഉണ്ടാവും അത്. അപ്പോൾ അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്നും കൂടെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യുക. കുറച്ച് സമയം കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും, സാമ്പാറിൻ്റെ സ്മെല്ല് അറിയാലോ. അപ്പോൾ ആ സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നന്നായിട്ട് തിള വന്നിട്ടുണ്ട്, നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലോട്ടേക്ക് വറുത്തിടാനുണ്ട്. അപ്പം ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ടേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലോട്ടേക്ക് ഞാൻ ചേർക്കുന്നത് കുറച്ച് തേങ്ങാക്കൊത്താണ്. അപ്പോൾ തേങ്ങാക്കൊത്ത് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ കളറ് കുറച്ചൊന്ന് മാറി വരും, ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരും. ആ സമയം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യുക, ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ ഇതിൻ്റെ കളർ മാറി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ടേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതും കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉലുവേൻ്റെ കളറും ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ട് വരും. അപ്പോൾ അതുവരെ കാത്തിരിക്കുക. അതിനുശേഷം നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ടേക്ക് ചേർക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ്. അതും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് വാങ്ങി വെക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ നമ്മുടെ കറിയിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല രുചിയുള്ള നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു ഐറ്റം അല്ലേ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഐറ്റംസ് ഒന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. പ്രത്യേകിച്ച് മുരിങ്ങയും അതേപോലെ തന്നെ വഴുതനങ്ങയൊന്നും ഞാനിവിടെ ഉപയോഗിച്ചിട്ടില്ല. മുരിങ്ങ ഉണ്ടായിട്ടില്ലായിരുന്നു. പിന്നെ വഴുതനങ്ങയൊന്നും സാധാരണ ഞങ്ങൾ എടുക്കാറില്ല. അപ്പം മുരിങ്ങ ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാമത് പച്ചക്കറി വേവിക്കുമ്പോഴാണ് എടുക്കേണ്ടത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നാളെ വീണ്ടും നല്ല റെസിപ്പി വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.